ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. അപ്പോൾ നമ്മുടെ KTETൻ്റെ ഹോൾ ടിക്കറ്റ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എടുത്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം എക്സാം ഡേറ്റ് 21, 23 എന്നീ ദിവസങ്ങളിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഈ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്, ആകെ ഒരു വെപ്രാളമാണ് അല്ലേ. പിന്നെ എവിടെ നിന്ന് പഠിക്കണം എന്നറിയില്ല, പഠിച്ചു കഴിഞ്ഞാലോ ഇത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മൊത്തത്തിലൊരു പരപരപ്പാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ആവരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റേബിൾ ആവുക, ഒന്ന് തിങ്ക് ചെയ്യുക. നിങ്ങളൊന്ന് എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിലബസ് നോക്കുക, കാറ്റഗറി ഏതുമായിക്കോട്ടെ നിങ്ങളുടെ സിലബസ് നോക്കുക, എത്ര ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണ് അതിലേക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ആദ്യം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സാം ഓറിയൻറ്റഡ് ആവണം. കാരണം നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് അവസാന നേരം ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടി കളയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നല്ല രീതിയിൽ ഫൈനൽ പ്രിപ്പറേഷൻ നടത്തുക. അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്നും ചോദിക്കുന്ന ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം അത് പഠിച്ചു വയ്ക്കുക. ദെൻ നമ്മുടെ കഴിഞ്ഞു പോയ KTETൻ്റെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും അനലൈസ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞതും അതിന് മുമ്പത്തെ ഉള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് വെച്ചു നിങ്ങൾ എക്സാമിൽ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുമ്പത്തെ പ്രാവശ്യം ഒരു 2-3 പ്രാവശ്യത്തെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് നിൽക്കിയ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതുകൊണ്ട് മാത്രമായില്ല. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് മാത്രം നോക്കിയിട്ട് കാര്യം അതിന് തൊട്ട് മുമ്പത്തെ കൂടി നോക്കുമ്പോൾ കറക്റ്റായി മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ PYQ നോക്കുക. പിന്നെ കുറേ പേർക്ക് ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ ജയിക്കുമോ എന്ന്. നമുക്കതിനെ ഒരിക്കലും അങ്ങനെ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. നമുക്കറിയാം K3 ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ദെൻ കണ്ടൻറ് റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് പ്രതീക്ഷിക്കാം, PYQ പ്രതീക്ഷിക്കാം. പക്ഷെ അതേപോലെ എന്ന് ആവണം എന്നില്ല. മേ ബി ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം നമുക്ക് അതുപോലെ തന്നെയൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് അത്രയും ഞാൻ പറയുന്നില്ല. നമുക്ക് K2 ഒക്കെയാണ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് PYQ അതേ ഒരു മോഡലിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ K3 ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസോ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചിലപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ PYQ മാത്രം പഠിച്ചത് കൊണ്ട് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ പറയാനില്ല. കാരണം PYQ എന്തിനാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു രീതിക്കാണ് ചോദിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വേറൊരു രീതിക്കായിരുന്നു. സോ ആ ഒരു ടോപ്പിക്ക് പഠിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ മാത്രം നോക്കിയാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മൾ PYQ ആണ് കുറേ പ്രശ്നം ചോദിച്ചിട്ട് ഇതെന്തായാലും ചോദിക്കുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ 2 വർഷം ഇങ്ങോട്ടായിട്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ PYQ നോക്കുന്ന സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തൊക്കെ കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾ PYQ മാത്രം പഠിച്ചുകൊണ്ട് ഇരിക്കരുത്. PYQ മനസ്സിലാക്കണം, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. പുതിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗമാണ്, അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ അത്യാവശ്യം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസും റിവിഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. ഒരു ടെൻഷനും കൂടാതെ നമ്മുടെ എക്സാം നമുക്ക് കിട്ടും എന്ന പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവാം. ദെൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ 1-2 മാർക്കിനൊക്കെ KTET മിസ് ചെയ്തവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനോ കഴിഞ്ഞ പ്രാവശ്യം 1 മാർക്കിന് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇനിയും നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ പോയി എഴുതുക കേട്ടോ. കാരണം നമുക്കൊരു മാർക്ക് പോയി, ആ ഒരു മാർക്കിലാണ് നമ്മുടെ KTET നമുക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡെസ്പോഡ് കൂടി ഇല്ലാതെ നിങ്ങൾ പോസിറ്റീവ് ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്ന ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി പോവുക. നിങ്ങൾക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി എക്സാമിനോട്ട് ചെല്ലുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ തന്നെ
മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. നമുക്കൊരു നെഗറ്റീവ്സും ഇവിടെ വേണ്ട. കാരണം നമ്മൾ എക്സാമിലടക്കം നമ്മുടെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാം തന്നെ ഒരു സ്കിപ്പ് ചെയ്യാതെ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങളുടെ കയ്യിൽ ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള ഡേയ്സ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് സെൽഫായിട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലും ഇതുപോലെ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് നമുക്ക് മാർക്ക് കിട്ടുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ക്ലാസ്സസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടൊന്നും ഞാൻ ക്ലാസ് ഇനി അങ്ങോട്ട് ഇടില്ല. മേ ബി മാരത്തോൺ സെഷൻസ് വേണമെങ്കിൽ 1-2 ഇടാം. അല്ലാതെ നമുക്ക് ഇനി കുഞ്ഞു ക്ലാസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ആവുന്ന സമയം നിങ്ങൾ വേഗം ഒന്ന് നോക്കി അപ്പം തന്നെ നിങ്ങൾ പഠിച്ച് അതിലേതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഇനി അങ്ങോട്ട് ചറപറാൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇന്ന് ക്ലാസ് ഇട്ടുള്ളൂ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി അങ്ങോട്ട് ഒരുപാട് ക്ലാസ്സസ് ചെയ്യുന്നതായിരിക്കും. ദെൻ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ സോഷ്യൽ സയൻസിൻ്റെ അത്യാവശ്യം SCRT പോയിൻറ്റ്സ് ഒക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന ക്ലാസ്സസ് എല്ലാം ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്ത് തരാം. തന്നെ സൈക്കോളജി സെറ്റാണ്, നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഡോണ്ട് വറി. സൈക്കോളജി നമ്മൾ അത്രയും ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ 30 സെഷൻസോളം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ സെഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഡീറ്റെയിൽ അനാലിസിസ് ചെയ്തിട്ട് അതിന് മുമ്പത്തെയും എല്ലാം തന്നെ നമ്മൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സൈക്കോളജി നിങ്ങൾ 35+ തീർച്ചയായും നിങ്ങൾ അടിച്ചെടുത്തേ പറ്റൂ. കാരണം ഇത്രയും ദിവസങ്ങളെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസം സൈക്കോളജിയുടെ ക്യാപ്സൂൾ പോലത്തെ ക്ലാസ്സസ്, റിവിഷൻ മോഡൽ ക്ലാസ്സസ് ആയിരിക്കും ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. സോ കൂടെ തന്നെ പോരുക കേട്ടോ. ദെൻ നമ്മുടെ സൈക്കോളജിയുടെ K3യുടെ ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ സ്റ്റഡി നോട്ട്സോ വേണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റഡി നോട്ട്സും ക്വസ്റ്റ്യൻ ബാങ്ക്സുമാണ് തീർച്ചയായിട്ടും എക്സാം ഓറിയൻറ്റഡ് നമ്മൾ ക്ലാസ്സസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിക്ക് പ്രിപ്പയർ ചെയ്തതാണ്. തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവും. സോ 7907406007 എന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസ് എന്ന് പറയുന്നത് പ്യുവർലി നമ്മൾ എന്നും പറയുന്ന പോലെ എക്സാം ഓറിയൻറ്റഡ് ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നൊരു ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും വരത്തുള്ളൂ. കൂടെ തന്നെ പോരുക. ഓക്കെ, കീപ്പ് വാച്ചിങ്. താങ്ക്